സ്റ്റിങ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹൊറർ മൂവി വന്നിട്ടുണ്ട്. ഒരു ക്രീച്ചർ അറ്റാക്ക് മൂവിയാണ്. ഒന്നുമില്ല, സ്പൈഡർ അറ്റാക്ക്, അരാക്നോഫോബിയ ബേസ്ഡ് സാധനം. ഒരു ഏലിയൻ സ്പൈഡർ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും അവിടെ ഉണ്ടാക്കുന്ന കുറേ കെയോസും കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ വരുമ്പോൾ അത് ചെറുതായിരുന്നു. അപ്പോൾ അതിനെ കണ്ടിട്ട് ഒരു ചെറിയ കുട്ടി അത് എടുത്തു വയ്ക്കും. പക്ഷെ അത് പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് റാപ്പിഡായിട്ട് വലുതായി ഒരു ഹ്യൂമൺ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യരെ പിടിച്ച് തിന്നാൻ അത്രയും വലിപ്പമുള്ള ഒരു സ്പൈഡറായിട്ട് മാറുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ പ്രധാന കഥ. സോ ചെറിയൊരു സ്പേസിൽ നടക്കുന്ന ചെറിയൊരു കഥയാണ്, ചെറിയൊരു പ്ലോട്ട് പോയിൻ്റൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിന് വൻ പോപ്പുലാരിറ്റി കിട്ടിയിരുന്നു. വലിയ ഹൊറർ മൂവി എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രീച്ചർ അറ്റാക്ക് മൂവി എന്ന രീതിയിൽ ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത്. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഓൾറെഡി ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് മറ്റേ നമ്മുടെ ഇൻഫെസ്റ്റഡ് എന്ന മൂവി കണ്ടത്. സോ അത് വെച്ച് കമ്പയർ ചെയ്യല്ല, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമില്ലാത്ത പോലെ എനിക്ക് തോന്നി. സ്ഥിരം സാധാരണ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുള്ള ഒരു ക്രീച്ചർ അറ്റാക്ക് മൂവിയുടെ ആ ഒരു മോഡ് തന്നെയുള്ളൂ ഇതിന് മുമ്പ് ഇതേപോലത്തെ ഒരുപാട് സ്പൈഡർ അറ്റാക്ക് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്. സോ അതിൽ ഇതേപോലെ തന്നെ ജെയിൻ സ്പൈഡേഴ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലാകെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിലാകെ രസമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സെറ്റ് ഡിസൈനും ദെൻ ഇതിൽ ആ VFXന് പകരമുള്ള പ്രാക്ടിക്കൽ എഫക്ട്സൊക്കെ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. ആനിമക്ട്രോണിക്സ് ഒക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സ്പൈഡറിനെ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ചെറിയ കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അത്ര ത്രില്ലിങ് മൊമെൻറ്റ്സോ അല്ലെങ്കിൽ അത്ര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിലെ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് വളരെ പൂർ കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വളരെ ശോകം. കാരണം അവർ എന്തോ ആവട്ടെ, അവർ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ടൊരു മോഡാണ്. ഇടയ്ക്കൊക്കെ ഇതൊരു ഒരു സറ്റേറിക്കൽ ഒരു സ്പൂഫ് രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് ഈ സിനിമ. സോ എനിക്ക് വലിയ രസം തോന്നിയില്ല. പ്രത്യേക ആകെ ഇതിൽ സമാധാനമുള്ളത് ആ ഒരു സ്പൈഡേഴ്സ് വരുന്ന സീക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന സീക്വൻസുകളൊക്കെ തന്നെയാണ്. പക്ഷേ അത് ആകെ സിനിമയിൽ ഒരു 1.5 മണിക്കൂർ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു മിനിറ്റോ 2 മിനിറ്റിന് താഴെയുള്ള VFXും CGI തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഇങ്ങനെ അൺഈവൺ ആയിട്ട് അവിടെ ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് സിനിമയിൽ. സോ വലിയൊരു സംഭവമല്ല, വെറുതെ വേണമെങ്കിൽ ഒട്ടൊന്നും കണ്ടു നോക്കാം. ഇത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെസ്റ്റഡ് കണ്ടു നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതാണ് കിടിലൻ സാധനം. സോ അത് ഓൾറെഡി നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കുക ഇൻഫെസ്റ്റഡ് എന്ന മൂവി. സോ സ്റ്റിങ് കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.